തനിയെ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട്. ആ ഒരു ടേസ്റ്റ് എന്തായാലും നമ്മൾ ഈ റൈസിന്റെ കൂട്ടി കഴിക്കുമ്പോഴും കിട്ടും. നല്ല മധുരം, നല്ല മസാല, കുറച്ച് എരിവ്, പീസുമൊക്കെ ഉണ്ട്. അടിപൊളി. എനിക്കിപ്പോ മയോണൈസ് കൂട്ടി കഴിക്കുന്നേക്കാളും ഇഷ്ടമായത് ഇത് കഴിക്കാൻ തന്നെയാണ് കേട്ടോ. അങ്ങനെ മധുരം അധികം നമുക്ക് റൈസിലേക്ക് അത്ര ടേസ്റ്റ് ആണ്. പക്ഷെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ നമ്മളിന്ന് ഷെയർ ചെയ്യണത് എന്തിന്റെ വിശേഷം? ഹണി അൽഫാം മന്തി, എംബെയർ റെസ്റ്റോറന്റ്, അഞ്ഞൂര് കുറച്ച് പോകണം, വയലപ്പൂര്. ഇപ്പൊ സുഖാണ്. ഇപ്പൊ ബി സിനിമാസിന്റെ അടുത്ത് കുന്നോളന്ന് വരുന്നിടത്ത് ബി സിനിമാസ് എത്തുന്നതിന് മുന്നേ പെട്രോൾ പമ്പ് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡില്, വടക്കേടന്ന് വരുന്നവർക്ക് ബി സിനിമാസ് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡില് പെട്രോൾ പമ്പിന്റെ ഓപ്പോസിറ്റിനായിട്ട് കേട്ടോ. അപ്പൊ ഈ ബോർഡ് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും സ്ഥലം മനസ്സിലായിണ്ടാവും. വയലത്തൂരിലെ എംബെയർ റെസ്റ്റോറന്റിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ മഴച്ചാറിലുണ്ട്. സുന്ദരിമണിക്ക് മാമൻ വാങ്ങിക്കൊടുത്ത മഴക്കോട്ട് റെയിൻകോട്ടും കൈപ്പിച്ചാണ് പോണത്. നമ്മുടെ 3 ഇക്കന്മാരുണ്ടാവും അവിടെ. നമ്മൾ വിളിച്ച് ഓർഡർ ചെയ്ത ഫുഡ് പാഴ്സൽ റെഡിയാക്കി വയ്ക്കും. വിളിച്ച് പറഞ്ഞാൽ കഴിക്കാൻ വരുമ്പോഴും എല്ലാം റെഡിയാക്കി വയ്ക്കും. 3 ആളുണ്ട്. ബില്ലടിക്കുന്നിടത്തും ക്യാഷ് വാങ്ങുന്നിടത്തുണ്ട്. സുന്ദരിമണിയും ദേവട്ടിയും കൂടി അകത്തേക്ക് പോകുന്നുണ്ട്. ഞങ്ങൾ ഇന്ന് എന്താ കഴിക്കാൻ പോകുന്ന ഫുഡ് എന്ന് അറിയണമെങ്കിൽ ഫുള്ള് വീഡിയോ കാണുക. ഞങ്ങളുടെ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളും എല്ലാം പങ്കുവയ്ക്കാൻ വീഡിയോ ആണ്. അപ്പം എല്ലാവരും കാണുക, അഭിപ്രായങ്ങൾ പറയാ. അതാ ദേവട്ടി പറയട്ടെ. നീ ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് വന്നിരിക്കുകയാണ്. എവിടെയാണല്ലേ? അഞ്ഞൂര് പെട്രോൾ പമ്പിന്റെ ഒക്കെ തൊട്ടപ്പുറത്തൊരു ഓപ്പോസിറ്റ് ആയിട്ട് വരും. ബി സിനിമാസ് ഇവിടെ, പെട്രോൾ പമ്പ് ഇവിടെ. ഇതിന്റെ സെന്ററിൽ ഓപ്പോസിറ്റ് ആയിട്ടാണ് എംബെയർ ആണ് റെസ്റ്റോറന്റ് പേര്. നമുക്ക് മെയിൻ ആയിട്ട് ചിലപ്പോൾ നമ്മൾ റോഡിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ കുഴിമന്തി എന്നുള്ള ബോർഡൊക്കെ ആയിരിക്കും കിട്ടുക. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ എംബെയർ എന്നുള്ളതിനേക്കാൾ കൂടുതൽ കുഴിമന്തി എന്നുള്ള ബോർഡായിരിക്കും കാണാം. ഞങ്ങള് സ്ഥിരമായിട്ട് എനിക്കിപ്പോ ഇവിടുന്ന് അൽഫാം കഴിച്ചതിന് ശേഷം എനിക്ക് വേറെ എവിടെ പോയിട്ട് കഴിച്ചാലും ഇഷ്ടമാകാറില്ല എന്നല്ല, ആ ഒരു ടേസ്റ്റ് കിട്ടാറില്ല. സാധാ അൽഫാം അല്ല, അൽഫാം ജ്യൂസി. ഇപ്പൊ പക്ഷെ പണ്ടത്തെ ഒരു ടേസ്റ്റിനെ കുറിച്ച് വ്യത്യാസം വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്ന് വേറെ എന്തെങ്കിലും ഒരു പുതിയ വെറൈറ്റി ഐറ്റംസ് ഒന്ന് നോക്കിയാൽ പറയണം. കുന്നംകുളത്തുനിന്ന് വരുമ്പോ റൈറ്റ് സൈഡിലും, പിന്നെ അതേപോലെ തന്നെ വടക്കേക്കാടുന്ന് വരുമ്പോ ലെഫ്റ്റ് സൈഡാണ് എംബെയർ വരുന്നത് കേട്ടോ. ചിക്കൻ കൂട്ടിട്ട് കഴിക്കൂലേ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. പക്ഷെ ചെറിയ കുട്ടികളെ എല്ലാം തിന്നത്, പക്ഷെ അച്ഛനും അമ്മയും നല്ലതും തിന്നിട്ട എല്ലാം തിന്നത്. എംബെയറിന്റെ മെയിനായിട്ടൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഹോട്ട് ഡ്രിങ്ക്സ്, സൂപ്പ്, സ്റ്റാർട്ടേഴ്സ് വെജ്, സ്റ്റാർട്ടേഴ്സ് നോൺ വെജ്. ഇതപ്പുറത്തേക്ക് നല്ല ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. വെജ് കറി, നോൺ വെജ് കറീസ് ചിക്കൻ, നോൺ വെജ് കറീസ് ബീഫ്. ഇതാ നേരെ അപ്പുറത്ത് വീണ്ടും കൊണ്ടുവരാം. എംബെയർ സ്പെഷ്യൽ ബിരിയാണി, എംബെയർ സ്പെഷ്യൽ കുഴിമന്തി, തന്തൂർ വെജ്, തന്തൂർ ചിക്കൻ ഐറ്റംസ്. ഇതാ നേരെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും ഞാൻ. ഷവർമ, അൽഫാം, ഷവായി, പിന്നെ ഇതെന്താ ചോപ്സി, റൈസ് ഐറ്റംസ്, നൂഡിൽസ്, ബ്രെഡ് ഐറ്റംസ്, ഫെലൂഡ, കോൾഡ് കോഫി. ഇനി അടിയിലുണ്ട് ഫ്രൂട്ട് സലാഡ്, ഷെയ്ക്ക്, മുജിറ്റോസ്, ഫ്രഷ് ജ്യൂസ്. ഇതാദ്യമായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞ ദേവട്ടിയെ നമ്മൾ രണ്ട് മൂന്ന് കൊല്ലം മുന്നേ എടുക്കേണ്ട വീഡിയോ ആണ് ഇത്. ഇവിടുത്തെ വീഡിയോ മാത്രം നമ്മളിങ്ങനെ നീണ്ടു പോകും. കാരണം വെച്ചാൽ ഇവിടെ നമ്മൾ നന്നായി ആസ്വദിക്കാൻ ഭക്ഷണം കഴിക്കാറ്. അപ്പൊ വീഡിയോ എടുക്കാൻ നിന്ന് ആസ്വാദനം പൂവിച്ചിട്ട് നീട്ടി കൊണ്ടുപോയതാണ് കേട്ടോ. ഹോം ഡെലിവറി ഉണ്ട്. നമുക്ക് നമ്മുടെ ഭാഗത്തേക്കൊക്കെ ഡെലിവറി സമയത്തൊക്കെ മിക്കപ്പോഴും അങ്ങനെയാണ് ചെയ്യാറ്. ഇന്നിപ്പോ ഞങ്ങൾ മോളുടെ ആദ്യം കാറിന് പോയി പുറത്ത് പോകാൻ, അതുകൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ സ്ഥലത്ത് മഴയായി. പിന്നെ ഞങ്ങളൊരു വെറൈറ്റി ഐറ്റംസ് എന്തെങ്കിലും ട്രൈ ചെയ്യാറുണ്ട്. അത് മെയിനായിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ എടുക്കുന്നതും കൂടെ അല്ലേ എന്ന് വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്നതാണ്. എനിക്കാണെങ്കിൽ അങ്ങനെ അതും ഇതും ട്രൈ ചെയ്യാനുള്ള ഇതൊന്നുമില്ല. പക്ഷെ ഇന്ന് എനിക്ക് തന്നെയാണ് തോന്നിയത്, നമ്മള് പല സാധനങ്ങളും കഴിച്ചു നോക്കിയാലാണ് നമുക്ക് അതിനെ
ടേസ്റ്റ് അറിയണം നല്ലതാണോ, നമുക്ക് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് ആണോ. നമ്മള് പല ഇതിന്റെ പേര് കേട്ടിട്ട് നമ്മളൊന്നും ട്രൈ ചെയ്യാറില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ തീരും ചെയ്യാറില്ല കേട്ടോ. അപ്പൊ എന്തെങ്കിലും ഒരു വെറൈറ്റി എടുത്ത് നോക്കണമെന്നുണ്ട്. ഇനി ഇതൊക്കെ നോക്കിയിട്ട് ഞാൻ ഒന്ന് ഓർഡർ ചെയ്തേട്ടാ. ഇതെന്തൊക്കെയാ? ഇത് ഷവർമ്മ. അതെന്താ അപ്പുറത്ത്? കബാബ് ടിക്ക. ടിക്ക ഏതൊക്കെയാ? ആദ്യത്തെ ഗാർലിക്ക വെള്ള കളറ്, രണ്ടാമത്തെ ഗാർലിക്, സെക്കൻഡ് വൺ മലായി, തേർഡ് ചിക്കൻ ടിക്ക, ഫോർത്ത് പെപ്പറ ഹരിയാലി, സിക്സ്ത് സെയിമേ. ഓക്കെ, താങ്ക് യു. അൽഫാം എന്താ? കൂൾ ഡ്രിങ്ക്സ് ഉണ്ട്. മാത്രല്ല ഐസ്ക്രീം. ഉണ്ണി ഭക്ഷണം കഴിച്ച് പോകുമ്പോ ചെറിയൊരു ഐസ്ക്രീമിൽ കഴിക്കുന്ന പരിപാടിയും ഉണ്ട്. പിന്നെ നാളെ ഉണ്ണിക്ക് സ്കൂൾ തുറക്കല്ലേ, ഇന്ന് ഞങ്ങൾക്ക് ചെറിയ പർച്ചേസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് ഉണ്ണിക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കണം. ഞങ്ങളുടെ മന്തി ഹണി അൽഫാം റെഡി ആയിട്ടുണ്ട്. ആ ദേവത്തി ഉണ്ണി കഴിക്കാൻ റെഡിയാണ്. ഉണ്ണിക്ക് ഇട്ട് കൊടുക്കട്ടോ. ഞാന് സ്പൈസിയാണ് മന്തി, ഹണി അൽഫാം, മയോനൈസ്. ഈ സംഗതികൾ സാധാരണ കഴിക്കാറില്ല. സലാഡ് നാരങ്ങ പിഴിയാം. വെറുതെ തപ്പ തന്നെ കട്ട് ചെയ്തത് എന്നാലാ. മുന്നത്തെ സലാഡ് ഇങ്ങനെ നേരില്ല അല്ലേ? ഇപ്പൊ എന്താന്ന് വെച്ചാൽ സലാഡ് നമ്മൾ പറഞ്ഞതിന് ശേഷം അവർ കട്ട് ചെയ്ത് കൊടുന്നേരാന്ന് തോന്നുന്നുണ്ട്. ട്രൈ ചെയ്യാട്ടോ. ഇവിടെ വീഡിയോ എടുക്കാണ്ടിരിക്കാനുള്ള മെയിൻ കാരണം എന്താന്ന് വെച്ചാല് തണുത്ത് കഴിഞ്ഞാൽ കഴിക്കാൻ രസമല്ലല്ലോ. നല്ല തിരക്കാണ്. ചേട്ടാ ഫാൻ ഏതാ? ഫാനിന്റെ സ്വിച്ച് ഏതാ? ഓഫ് ചെയ്യാനാ? ഓഫ് ചെയ്ത് തരും. ഫാനിന്റെ സ്വിച്ച് ഓഫ് ചെയ്യിപ്പിക്കണ്ടില്ലെങ്കിൽ എനിക്ക് തണുത്തതാ കിട്ടുള്ളൂ. ഓക്കെ. ഈ ഹണി എന്ന് പറയുമ്പോ കുറച്ച് മധുരമൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ ചേട്ടാ ഹണി അൽഫാം എന്ന് പറയുമ്പോ എനിക്ക് എന്താവും ടേസ്റ്റ് എന്നൊന്നും അറിയില്ല. സത്യം എനിക്ക് അത്ര അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല. പക്ഷെ ഇത് കണ്ടപ്പോ കുറച്ച് പരിചയമൊക്കെ തോന്നി. കഴിക്കാൻ എന്താവുന്നൊന്നും അറിയുന്നില്ല. പക്ഷെ എനിക്കൊരു തൊണ്ട കഴിച്ചു നോക്കിയപ്പോ നല്ല ഇഷ്ടമായി. കാരണം നമ്മൾ സാധാരണ അൽഫാം കഴിക്കുമ്പോൾ അൽഫാമിന്റെ കുറച്ച് എരിവ് ഉണ്ടാവും. അൽഫാമിന്റെ അതിനായിട്ടൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. ചിലയിടത്തൊക്കെ മസാലയുടെ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും അൽഫാമിന് ആ പീസും ഒരു ടേസ്റ്റ് എന്നുള്ളത് ഏകദേശം ഒരുപോലെ തന്നെയായിരിക്കും. ആ ഒരു ടേസ്റ്റും ഈ ഹണിയുടെ ഒരു മധുരം എന്ന് പറഞ്ഞൊരു എന്താ പറയാനറിയില്ല. കറക്റ്റ് ആയിട്ട് സൈഡ് വളമുണ്ട്. പിന്നെയാണ് എനിക്ക് തണുത്തിട്ട് കഴിയാൻ ഞാൻ കാലൊക്കെ ആയിട്ട് വെച്ചിട്ടിരിക്കണതില്ല. എനിക്ക് നല്ല ഇഷ്ടമായി സത്യം. ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി പറയാതല്ല, വീഡിയോയ്ക്ക് വേണ്ടിട്ട് ഞാൻ പറയാറില്ല. ഇഷ്ടപ്പെടാത്ത കാര്യം ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയാറില്ല. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ. ഒന്ന് ഫുൾ പീസ് പൊന്തിച്ചാണ് ചേർത്ത്. ചൂട് 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 ഞാൻ ഈ അൽഫാമിന്റെ മുകളിൽ അണ്ടിപ്പരിപ്പാണ് കിടക്കുന്ന വെച്ചിട്ട് വിചാരിച്ചിരുന്നുണ്ട്. അത് ഗാർലിക്കാന്ന് എന്നാണ് മനസ്സിലായത്. ഈ മയാമീസ്, സലാഡ്, അൽഫാം ഇതെല്ലാം കൂടി കഴിച്ചിട്ട് നമ്മൾ ദിവസം വീഡിയോ ചെയ്യുമ്പോൾ ചേട്ടന്മാരൊക്കെ ചെയ്യില്ല, അതേപോലെ ഒന്ന് പറഞ്ഞിട്ട് നിർത്തിയേക്കും കഴിക്കാൻ തോന്നി തുടങ്ങി. നൈറ്റ് തണുത്തത് കിട്ടുള്ളേ. സുന്ദരിമണി ഇങ്ങോട്ട് നോക്കി പറയണം കേട്ടോ.
രക്ഷയില്ലാട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായി സത്യം. ഇല്ല. മയണൈസ് പലർക്കും പല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പൊ ഞാൻ മോൾക്ക് മയണൈസ് വെച്ചിട്ട് കഴിക്കാനാണ് ഇഷ്ടം. ഞാൻ കഴിക്കൊക്കെ ചെയ്യും. അപ്പൊ മയണൈസ് ഇട്ടിട്ടാണ് ഞാൻ കഴിച്ചിരിക്കുന്നത്. നമ്മൾ ചിക്കൻ തന്നെ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട്. ആ ഒരു ടേസ്റ്റ് എന്തായാലും നമ്മൾ ഈ റൈസിന്റെ കൂട്ടി കഴിക്കുമ്പോഴും കിട്ടും. നല്ല മധുരം, നല്ല മസാല, കുറച്ച് എരിവ്, പീസുമൊക്കെ ഉണ്ട്. അടിപൊളി. എനിക്കിപ്പോ മയണൈസ് കൂട്ടി കഴിക്കുന്നേക്കാളും ഇഷ്ടമായത് ഇത് കഴിക്കാൻ തന്നെയാണ് കേട്ടോ. അങ്ങനെ മധുരം അധികം നമുക്ക് റൈസിലേക്ക് അത്ര ടേസ്റ്റ് ആണ്. പക്ഷെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ നമ്മളിന്ന് ഷെയർ ചെയ്യണത് എന്തിന്റെ വിശേഷമാണ്? ഹണി അൽഫാം മന്തി എംപയർ റെസ്റ്റോറന്റ് അഞ്ഞൂരെല്ലാം ചെയ്ത് കുറച്ച് പോകണം മൈലപ്പൂര്. ഇപ്പൊ സുഖാണ്. ഇപ്പൊ ബി സിനിമാസിന്റെ അടുത്ത് കുന്നോളത്ത് നിന്ന് വരുന്നവർക്ക് ബി സിനിമാസ് എത്തണേറ്റ് മുന്നേ പെട്രോൾ പമ്പ് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡില്, വടക്കേടുന്ന് വരുന്നവർക്ക് ബി സിനിമാസ് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡില് പെട്രോൾ പമ്പിന്റെ ഓപ്പോസിറ്റിനായിട്ട് കേട്ടോ. അപ്പൊ ഒരു ബായ് പറഞ്ഞേ. നമ്മളിതിലെ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുക്കാം. ഡെലിവറി ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ എന്തായാലും ഞങ്ങള് ഇന്നത്തെ വീഡിയോ നിർത്താൻ കാരണം ടേസ്റ്റ് അത് കഴിക്കും.